മറ്റൊരു ചിറ്റ്ചാറ്റ് എൻ്റെ കൂടെ വരുന്നത് ബോംബെയിൽ നിന്നും ബാബു വർഗീസാണ്. ഇദ്ദേഹം ഒരു ബിബ്ലിക്കൽ സ്കോളറാണ്, അറിയപ്പെടുന്നൊരു ജേർണലിസ്റ്റാണ്, ഗ്ലോബലായിട്ട് അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്, റൈറ്റർ കൂടിയാണ്, പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, അതായത് ഈ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടെയുണ്ട്. പോയ 2 ദിവസങ്ങളായി ഗ്രഹാം സ്റ്റെയിൻ കൊല്ലപ്പെട്ടിട്ട് 27 വർഷമായി. ഈ സന്ദർഭത്തിൽ തന്നെയാണ് ഒറീസയിൽ ഒരു ക്രിസ്ത്യൻ പാസ്റ്ററെ ചാണകം തീറ്റിച്ച ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നത്. ഇതുമായിട്ട് ബാബു വർഗീസുമായിട്ട് ചോദിക്കുന്നത്. സ്വാഗതം. താങ്കളുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, അതെ, ഏകദേശം 27 വർഷം മുമ്പാണ്. അതായത് ഞാൻ ഡൽഹിയിൽ വന്ന ആ സമയത്താണ് ആ കാലയളവിലാണ് ഈ ഗ്രഹാം സ്റ്റെയിൻ്റെ ഇഷ്യൂ ഉണ്ടാകുന്നത്. വാജ്പേയി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി. പക്ഷെ അദ്ദേഹം പെട്ടെന്നത് കാര്യപ്രസക്തമായ രീതിയിൽ ഇടപെട്ടു, ഒരു കമ്മീഷനെ വെച്ചു. അപ്പോൾ ആ രീതിയിൽ അത് മുന്നോട്ട് പോയി. എന്താണ് താങ്കൾക്കറിയാവുന്ന ഇഷ്യൂവിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അതീവ ദുഃഖത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാരണം 27 വർഷം മുമ്പ് നടന്ന ആ അതിക്രൂരമായ പീഡനം, ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 ആൺമക്കളെയും ചുട്ടരിച്ച സംഭവം ഞാൻ വളരെ അടുത്ത് ഇടപെട്ടു. അങ്ങനെ ആ ഭവനത്തിൽ പോവുകയും സഹോദരി ഗ്ലാഡിസ് സ്റ്റെയിൻസും മകൾ എസ്റ്ററും എൻ്റെ വീട്ടിൽ വരികയൊക്കെ ചെയ്തു. ഞാൻ ഒരു പുസ്തകം എഴുതി, ബേൺഡ് അലൈവ്, മലയാളത്തിൽ അഗ്നിയിൽ ഒരു ജീവബലി, 12 ഭാഷയിലുണ്ട്, ഒരു ഫിലിം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പീഡനവുമായിട്ട് വളരെ വളരെ അടുത്ത് ഇടപെടുവാൻ ഇടയാക്കി. വളരെ ദുഃഖമാണ്. എന്നാൽ എനിക്ക് ഇന്ന് പറയുവാനുള്ള, ഈ 27 വർഷം കഴിഞ്ഞപ്പോഴും ആ ഭീകരതയുടെ തീവ്രത വർദ്ധിക്കുകയാണ് ചെയ്തത്. ഓർപ്പിച്ചതുപോലെ ഈ 4-ാം തീയതി തന്നെ ഒറീസയിൽ ഒരു ഗ്രാമത്തിൽ ഒരു സുവിശേഷകനെ ചാണകവെള്ളം കുടിപ്പിക്കുകയും അടിക്കുകയും ഒരു അമ്പലത്തിന്റെ തൂണിൽ കെട്ടി അടിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ വിശദമായി സംസാരിക്കാം. അപ്പോ 130 വർഷം മുമ്പാണ് മയൂർഭഞ്ചിൽ, ഒറീസയിലെ മയൂർഭഞ്ചിലുള്ള രാജാവ് ശ്രീറാം ഭജ്വദേവ് കുഷ്ഠരോഗികളെ പറ്റി ചിന്തിക്കുകയും അവിടെ ഒത്തിരി കുഷ്ഠരോഗികളുള്ളതുകൊണ്ട് ആരെങ്കിലും ഒന്ന് അവരെ സംരക്ഷിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ 19 വയസ്സുള്ള ഒരു കെയ്റ്റ് അലൻബി ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു. അവിടെ മിഷണറി ആകുന്നു. രാജാവ് അവിടെ സ്ഥലം കൊടുത്തു. അങ്ങനെ മയൂർഭഞ്ച് ലെപ്രസി ഹോം 130 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അതിനുശേഷം പിന്നീട് 24-ാമത്തെ വയസ്സിൽ വന്നയാളാണ് ഗ്രഹാം സ്റ്റെയിൻസ്. 1965 അദ്ദേഹം പ്രവർത്തിച്ചു. 1983 അദ്ദേഹം ഗ്ലാഡിസ് സ്റ്റെയിൻസിനെ വിവാഹം ചെയ്തു. ദൈവം അവർക്ക് 3 മക്കളെ നൽകി. എന്നാൽ 1999 ജാനുവരി 22-ാം തീയതി അർദ്ധരാത്രി 23-നോട് അടുക്കും മധ്യ അർദ്ധരാത്രിയിൽ മതഭീകരന്മാർ ഈ ഗ്രഹാം സ്റ്റെയിൻസും 2 മക്കളും 10 വയസ്സുള്ള ഫിലിപ്പും 6 വയസ്സുള്ള തിമോത്തിയും ഉറങ്ങിക്കിടന്ന ആ ജീപ്പ് ചുട്ടരിച്ചു. അതിനു മുമ്പ് ഗ്ലാസ് പൊട്ടിച്ച് അവരെ ശൂലം കൊണ്ട് കുത്തി കൊന്നു. അതിനുശേഷം അവരെ ചുട്ട് എരിച്ചു. രാവിലെ അവിടുത്തെ പ്രിയപ്പെട്ടവരെ തുറന്നു നോക്കുമ്പോൾ, അടുത്ത് പോകുമ്പോൾ കണ്ടത് 6 അടിയിലധികം നീളമുള്ള ഗ്രഹാം സ്റ്റെയിൻസ് ആണ്. 2 കൊട്ടുകുണികളെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു സ്കെലിറ്റൻ, 3 സ്കെലിറ്റനാണ് അവർക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇതായിരുന്നു സംഭവം. പിന്നീട് വാജ്പേയി പ്രൈം മിനിസ്റ്റർ അദ്ദേഹം തന്നെ പറഞ്ഞ്, ലജ്ജ കൊണ്ട് ഞാൻ എൻ്റെ തല താഴ്ത്തുന്നു. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന KR നാരായണൻ അവർ പറഞ്ഞത്, ഇന്ന് ലോകത്തിന്റെ ചരിത്രത്തിൽ കറുത്ത ലിപികൾ എഴുതേണ്ട ഒരു അധ്യായമാണ് ഈ സംഭവം എന്നാണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനി പറഞ്ഞത്, ആ ദിവസങ്ങളിൽ 13 മാസത്തിനുള്ളിൽ 1997-98 ഇടയിൽ ഇന്ത്യയിൽ 5 കൊലപാതകങ്ങൾ ഉൾപ്പെടെ 116 അക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരായി നടന്നുവെന്ന് ശ്രീ അദ്വാനി തന്നെ രാജ്യസഭയിൽ പറയുകയുണ്ടായി. അങ്ങനെ കഴിഞ്ഞ ദീർഘവർഷം 10-30-31 വർഷമായി ക്രൈസ്തവ വേട്ട തുടരുകയാണ്. അതിനൊരു സമാധാനമില്ല.
കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, കഴിഞ്ഞ 11 വർഷമായി ഇതുപോലെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ സംഭവം ഉണ്ടായിട്ടില്ല. ശ്രീ നരേന്ദ്രമോദി കയറുമ്പോൾ 139 സംഭവങ്ങളാണ് നാം റെക്കോർഡ് ചെയ്തത്. 2025 ഡിസംബർ ആയപ്പോ 925-ലധികം അക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരായിട്ട് റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു. റെക്കോർഡ് ചെയ്യാത്ത ധാരാളമുണ്ട്. ഇത് സംഭവം തുടരുകയാണ്. പല പ്രാവശ്യം ഇക്കാര്യങ്ങൾ നമ്മളെല്ലാം ചർച്ച ചെയ്ത് പറഞ്ഞു. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രി മൗനിയായിട്ട് മാറുകയാണ്, ഒരക്ഷരം മിണ്ടുന്നില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഇന്ത്യ ഉടനീളം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുടനീളം ഇങ്ങനെ ആക്രമണങ്ങൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. പല ആൾക്കാരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലിടുന്നു. ഇതൊരു ദിവസം ഇങ്ങനെ ദിനചര്യയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലത് റിപ്പോർട്ട് ചെയ്യുന്നു, പലത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതും ഒരു ഭാഗത്ത് പോകുന്നു. സാറിനോട് ഞാൻ ഇതിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ല. അതായത് അൽഫോൻസസ് കണ്ണന്താനം, ശ്രീ അൽഫോൻസ് കണ്ണന്താനം പറഞ്ഞത് ദീസ് ആർ ഗുണ്ടാസ് ആൻഡ് ഗൂൺസ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഗുണ്ടാസ് ആൻഡ് ഗൂൺസ്. ഷോൺ പറഞ്ഞത് ഇതൊക്കെ സൂക്ഷിച്ച് വേണം, അല്ലെ അടികൊള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്റെ ചോദ്യം, ഞങ്ങൾ പറയുന്നില്ല ആരാന്ന്, എന്നാൽ ഉപദ്രവിച്ച് അടിച്ച് കൊന്നിട്ട് അവർ തന്നെയാണ് പറയുന്നത് ഞങ്ങൾ BJP ആണ്, ബജ്രംഗ് ദളാണ്, VSP ആണ്, RSS ആണ് എന്ന് പറഞ്ഞത്. 60-ലധികം പോഷക സംഘടനകൾ BJPക്കുണ്ട്. ഓരോ ദിവസവും ഓരോരുത്തരാണ് പറയുന്നത്, ഞങ്ങൾക്കറിയത്തില്ല. ഇത് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. എനിക്കൊരു ചോദ്യം, അല്ലയോ പ്രൈം മിനിസ്റ്റർ ജി, ഈ ഗുണ്ടാകളെയും ഗൂൺസിനെയും നിയന്ത്രിക്കാൻ അങ്ങേ കഴിയില്ലേ? എന്തുകൊണ്ട് ഇങ്ങ് മൗനം അനുവദിക്കുന്നു? ഓരോ ദിവസവും കൂടി ഞങ്ങൾ എത്ര പ്രാവശ്യം ഇത് ചർച്ച ചെയ്തൊരു പ്രയോജനമില്ല. അങ്ങ് മൗനമാണ്. മണിപ്പൂരിൽ 60,000 പേർ അഭയാർത്ഥികളായിട്ട് കഴിയുന്നില്ലേ? 1000-ലധികം പള്ളികൾ ആക്രമിച്ച് തകർത്തില്ലേ? എന്നിങ്ങനെ നടക്കുകയാണ്. എന്താണ് ചോദിക്കാനുള്ളത്? ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഇപ്പം സാറിൻ്റെ ഒരു കാര്യം ചോദിക്കട്ടെ. ബേസിക്കലി ഇപ്പോൾ റായ്പൂരിലുണ്ടായ സംഭവം, മറ്റ് പലയിടത്തും ഉണ്ടായ സംഭവം, അപ്പം ഇത് പെട്ടെന്ന് പോലീസ് വരുന്നു, 2 ദിവസം കഴിഞ്ഞ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, ഒരു ഗ്ലോബൽ പ്രഷർ ഉണ്ടാകുന്നു. അതിനുശേഷം ഇവരെ ജയിലിൽ നിന്ന് വരുമ്പോൾ ഗാർലാൻഡ് വെച്ച് സ്വീകരിക്കുന്നു, റോഡിൽ കൂടെ കൊണ്ടുപോകുന്നു. എൻ്റെ ചോദ്യം പ്രിസൈസാണ്. ഗവൺമെന്റിന് അറിയത്തില്ല ആരാണ് ഇതിന്റെ പിറകിൽ ഉള്ള സംഭവം? സാറേ, ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഞാനൊരു രാജ്യദ്രോഹിയാണെന്ന് പറയും. എനിക്കൊരു പ്രശ്നമില്ല, രാജ്യദ്രോഹിയാണെന്ന് പറയട്ടെ. പക്ഷേ ഗവൺമെന്റ് അറിഞ്ഞും അനുവദിച്ചുമാണ് സംഭവിക്കുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അതിയായ വിഷമമുണ്ട് ഇതിൽ. ഞാനൊരു കാര്യം പറയട്ടെ സാറേ, ഈ ജനുവരി മുതൽ അടുത്ത 3 വർഷത്തേക്ക് 46 അംഗ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ 7ാമത്തെ പ്രാവശ്യം ഇന്ത്യ അംഗമാണ്. ഇതൊരു വിരോധാഭാസമാണ്, ഐറണിയാണ്. എന്നാൽ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആക്രമം അനുഭവിക്കുന്നത് ക്രൈസ്തവരാണ് ഇവിടെ. എനിക്ക് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിലെ ഇന്റർനാഷണൽ പെർസിക്യൂഷൻ എഗൻസ്റ്റ് ക്രിസ്ത്യൻസിലെ 13ാമത്തെ 14ാമത്തെ ഭാഗമാണ് വേഴ്സ്റ്റ് കൺട്രി ടു പെർസിക്യൂട്ട് ക്രിസ്ത്യൻസ്. അംഗമായിരിക്കാൻ എന്ത് ചെയ്യാനും അങ്ങനെ ചെയ്യുന്ന ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ക്രിസ്ത്യാനികളെ കൊന്നു മുടിക്കുന്ന, ഞാൻ പറയട്ടെ, ഇതൊരു അജണ്ടയുടെ ഭാഗമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 100 വർഷം മുമ്പ് തുടങ്ങിയ അജണ്ടയാണിത്. ക്രിസ്ത്യാനികളെയും മറ്റു 2 കൂട്ടരെയും, മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന, ടു അനൈലേറ്റ് ദം, ടു വൈപ്പ് ദം ഔട്ട് എന്നുള്ള ഒരു വലിയ പദ്ധതിയുടെ അജണ്ടയാണ് ഇന്ന് നടപ്പാക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ സങ്കടത്തോട് പറയട്ടെ. എന്നെ രാജ്യദ്രോഹിയാന്ന് വിളിക്കാം, എനിക്കത് പ്രശ്നമല്ല. ഇത് സങ്കടം കൊണ്ട് പറയുകയാണ്. കഴിഞ്ഞ 10, 30, 32 വർഷമായിട്ട് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പത്രപ്രവർത്തകനുള്ള നിലയിൽ ഞാൻ ഇത് കണ്ടിന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ പുസ്തകങ്ങൾ എഴുതാറുണ്ട്, ഡയറി എഴുതാറുണ്ട്. എത്രയോ പ്രാവശ്യം മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സിനെയും ഗവർണർമാരെയും കണ്ട് ഈ വിവരങ്ങൾ ഞങ്ങൾ ഉണർത്തിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് പലരെയും ഇത് സംഭവിച്ചപ്പോ. ഒരു ശമനം കാണുന്നില്ല. അതാണ് ഞങ്ങൾ ശ്രീ നരേന്ദ്രമോദിയെ ചോദിക്കുന്നത്, എന്താണ് അങ്ങ് ഇത്ര മൗനിയായിരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, ആരോപണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബേസിക്കലി ഇവരുടെ പിറകിലുള്ള സംഭവം, ഇത് ഭയമെന്ന് പറയുന്നത് ഈ ദലിറ്റ്സും ആദിവാസികളും എഡ്യൂക്കേറ്റഡ് ആവുന്നത്, ഇതാണ് ഇവർക്ക് ഭയം. എന്താ ബേസിക്കലി? എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാ. വാസ്തവത്തിൽ മൃഗത്തെ പോലെ ഇവിടെ ജീവിച്ച ആദിവാസികളെയും
താഴേക്കടയിലുള്ള ജാതി വ്യവസ്ഥയുടെ അടിമകളായി കിടന്നവരെ നമ്മൾ ഉദ്ധരിപ്പിച്ചു. അത് അവരെ നമ്മൾ ശാക്തീകരിക്കുന്നു സാറേ. വി ആർ എൻലൈറ്റനിങ് ദം, എംപവറിങ് ദം. അത് അവർക്ക് പിടിക്കുന്നത്. കാരണം അവർ പണ്ട് പറഞ്ഞതുപോലെ വോട്ട് ബാങ്ക് അല്ല. ഈ പണ്ട് അവർ പറയുന്നതിനെ കുത്തുമായിരുന്നു. ഇന്ന് അത് ചെയ്യത്തില്ല. ഇന്ന് അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർ ശാക്തീകരിക്കപ്പെട്ടു, അവർ ബോധവൽക്കരണം ചെയ്തു. അതാണ് അതിൻ്റെ കാര്യം. അത് മാത്രമല്ല സാറേ, ഈ മെജോറിറ്റി വോട്ട് ബാങ്കിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശത്രു വേണം. അപ്പൊ ക്രിസ്ത്യാനികളെയും ആദിവാസികളെയും ദലിതരെയും പാർശ്വവൽക്കപ്പെട്ടവരെയും ഒരു ശത്രുക്കളായിട്ട് കണ്ട് അവര് ഭൂരിപക്ഷത്തെ ഉപദ്രവിക്കുന്നു, കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കള്ളക്കഥകൾ ഉണ്ടാക്കി ഉപദ്രവിക്കുകയാണ് സാറേ. നാല് രീതിയിലുള്ള അക്രമങ്ങളാണ്. ഒന്ന് ഫിസിക്കൽ അറ്റാക്ക്, എന്നും കേൾക്കുന്നു. രണ്ട് ഫൈനാൻഷ്യൽ അറ്റാക്ക്, ഫൈനാൻഷ്യൽ റിസോഴ്സിനെ മന്ദീഭവിപ്പിക്കുന്നു. മൂന്ന് ഇന്റലക്ച്വൽ അറ്റാക്ക്, അടിസ്ഥാനരഹിത ആരോപണങ്ങൾ. ക്രിസ്ത്യാനികൾ കൺവേർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ ഇവിടുത്തെ സംസ്കാരത്തെ അച്ചുടയ്ക്കുന്നെന്ന് പറയുന്നു. അവസാനമായിട്ട് ലീഗൽ 12 സംസ്ഥാനങ്ങളിൽ ഇല്ലീഗൽ, ഇൻഹ്യൂമൻ, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ നിയമങ്ങളല്ലേ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടി ആക്കിയിരിക്കുന്നത്. 1 കോടി രൂപയെ സാർ, 1 കോടി രൂപ ഒരു ബൈബിൾ ഹാൻഡ് ഓവർ ചെയ്താൽ 1 കോടി രൂപ ഫൈൻ അടിക്കുന്നു സാർ. ഇത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതല്ലേ. ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് എവിടെ? ഇവിടെ സുപ്രീം കോടതി എവിടെ? രാഷ്ട്രപതി എവിടെ? ഇവിടുത്തെ പാർലമെന്റ് എവിടെ? മീഡിയ എവിടെ? ആർക്കും ഇങ്ങനെ ക്രൈസ്തവ താണ്ടത്തെ ഞങ്ങളെ കൊന്നു മുടിക്കുന്നത് കാണാൻ കമ്മില്ലേ? ഇത്ര ഇൻഹ്യൂമനാണോ? അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം, എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇതൊരു ഇഷ്യൂ ആക്കി എടുക്കാത്തത്? സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് യേശു ക്രിസ്തു പറഞ്ഞ പോലെ ഈ ലോകത്ത് ഞങ്ങൾക്ക് ഒരു സാമ്രാജ്യവും വേണ്ട, ഒരു ഭരണവും വേണ്ട. കോൺഗ്രസ് പാർട്ടി ഉള്ളിടത്ത് ഉന്നപ്പോഴായിരുന്നല്ലോ 6 സംസ്ഥാനങ്ങൾ ആന്റി കൺവേർഷൻ ബില്ല് കൊണ്ടുവന്നത്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് പാർട്ടി ഭരിച്ചപ്പോഴായിരുന്നല്ലോ ഛത്തീസ്ഗഡിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉപദ്രവിക്കപ്പെട്ടത്. അവർ മാറി. അന്ന് ഞാൻ ചീഫ് മിനിസ്റ്റർ ബാഗേലിനെ കണ്ട് പറഞ്ഞതാണ്, ഞങ്ങൾ പറഞ്ഞതാണ് ഇത് ചെയ്യരുത്. ചെയ്തില്ല. ഒടുവിൽ അവസാനം എന്തായി? ഇപ്പോ BJP വന്നതോടുകൂടി 100 ഇരട്ടി ഉപദ്രവങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഒരു കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPയോ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടിയെയും ഞങ്ങൾ എതിർക്കാറില്ല. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ. ഞാൻ ഇപ്പൊ ഒറീസ നടന്നത് ഞാൻ പിന്നെ പറയാം സാറേ. ഞങ്ങൾ ക്ഷമിക്കുന്നവരാണ്. ഗ്ലാഡിസ് സ്റ്റേറ്റ്സ് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ലെറ്റ് us burn hatred, let us have a harmonious life. ആര് പറയും സാറേ? 6 വയസ്സുള്ള കുഞ്ഞിനെ, 10 വയസ്സുള്ള 2 ആൺമക്കളെ, 58 വയസ്സുള്ള 34 വർഷം ഇന്ത്യയിലെ കുഷ്ഠരോഗികളെ അവരുടെ വൃണം തേച്ച് വൃത്തിയാക്കി അവരെ മനുഷ്യരാക്കി അവർക്ക് മാന്യം നൽകുവനെ ചുട്ടരിച്ചില്ലയോ? ഇന്ന് അവരുടെ കൂട്ടത്തിൽ, ആ ചുട്ടരിച്ചവരുടെ കൂട്ടത്തിൽ നിന്നാണ് ഇന്ന് ഒറീസയിലെ ചീഫ് മിനിസ്റ്റേഴ്സ്. ഞാൻ പറയുന്നത് വിഷമിക്കരുത്. ഇന്ന് ഒരു ക്രിസ്ത്യാനിയെ കൊല്ലുകയോ അവനെ ഉപദ്രവിക്കുകയോ ചെയ്താൽ ഇന്ന് മന്ത്രിയാകും. ഇന്ന് ഇന്ത്യയിലെ മന്ത്രിയാകാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ തന്നെ ഫോട്ടോ ഇട്ട് വലിയ ആൾക്കാരാവുന്നേ ഉപദ്രവിച്ചിട്ട്. ഈ ഒറീസയിൽ സംഭവിച്ചത് എന്താ സാറേ? ബിപിൻ നായിക്കോ ഞാൻ സംസാരിച്ചു, അദ്ദേഹത്തിന് കുടുംബമായിട്ട് സംസാരിച്ചു. ഒന്ന് ഓർക്കുക, 4 കാര്യങ്ങളാണ് ചെയ്തത്. അവരൊരു 7 ഫാമിലിയുള്ളൂ, 10-20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അവരുടെ വീട്ടിലേക്ക് ഈ ഞായറാഴ്ച 4-ാം തീയതി ഞായറാഴ്ച അവർ യോഗം കൂടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് യേശുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. വളരെ സന്തോഷത്തിൽ കഴിഞ്ഞ ഒരു ഫാമിലിയാണ്. 10-40 പേരങ്ങോട്ട് ചെന്നിട്ട് അടിച്ച് ഉപദ്രവിച്ച് അപ്പോഴത്തേക്ക് ആൾക്കാരെയെല്ലാം അവർ ചെറിപ്പോയി. തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ വെളിയിൽ ഒടുങ്ങി വന്നു. ആ സമയം കൊണ്ട് എന്ത് ചെയ്യുന്നറിയാം? 3-4 കാര്യങ്ങൾ. 1, ജയ്ശ്രാം വിളിക്കാൻ പറഞ്ഞു. 3, അദ്ദേഹത്തെ അടിച്ചു, തലയും ചെവിയും എല്ലാം അടിച്ച് ശരിയാക്കിയിട്ട് അമ്പലത്തിന്റെ തൂണിൽ കെട്ടിയിട്ടു. എന്നിട്ട് ചപ്പല്, ഈ ചെരുപ്പ് കൊണ്ടൊരു മാല ഉണ്ടാക്കി ആ ഗ്രാമത്തിൽ കൂടെ നടത്തി. എന്നിട്ട് ചാണകവെള്ളം കുടിപ്പിച്ചു. എന്താ മോദിജി, ഞാൻ ചോദിക്കുകയാണ്, ഒരു കിരാത ഭാരതം, ഡു യു വാണ്ട് ടു മേക്ക് എ നേഷൻ ഓഫ് ബാർബേറിയൻസ്? ഇതെന്തോ രാജ്യം? ഞാൻ പറയുന്ന ക്ഷമിക്കണം സാറേ, എനിക്ക് വിഷമം കൊണ്ട് പറയുകയാണ്. ഐ എം ആസ്കിങ് യുണൈറ്റഡ് നേഷൻസിനോടും ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിനോടും ഇന്റർനാഷണൽ ജസ്റ്റിസ് കോർട്ടിനോടും പറയുകയാണ്, ഇന്ത്യയിൽ ഇടപെട്ടേ മതിയാവൂ. എവിടെ? ലോകത്തിന്റെ മനസാക്ഷി ഇളകിയേ മതിയാവൂ. ഈ താണ്ഡവം അവസാനിപ്പിച്ചേ മതിയാവൂ. എന്താണ് അങ്ങയുടെ അജണ്ട? ക്രൈസ്തവരെ മുടിച്ച് തേച്ച് കഴി ക്രൈസ്തവർ ഇവിടെ എല്ലാം നൽകിയവര്. ക്രൈസ്തവരാണ് ഭാരതത്തെ ഭാരതമാക്കിയത്. അത് ഞാൻ വീഡിയോ 10-25 വർഷമായിട്ട് ഞാൻ പറയാൻ അതിനെ ആവർത്തിക്കുന്നില്ല. ഇന്ന് ക്രിസ്ത്യാനികൾ ഇല്ലായിരുന്നെങ്കിൽ
ഞാൻ ഈ അടുത്ത സമയത്ത് പാകിസ്ഥാനിലൊരു വീഡിയോ കണ്ടു. അപ്പോൾ അതിനകത്ത് അവിടെ ഒരു കൺവെൻഷൻ സുവിശേഷം നടക്കുന്നതിൻ്റെ അകത്ത് അവിടുത്തെ പാകിസ്ഥാനി ഓഫീസേഴ്സ് വന്നിട്ട് ആ സ്റ്റേജിൽ കയറിയിട്ട് പറയുവാണ്, നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളോട് പറയണം. പാകിസ്ഥാൻ പോലും ചേഞ്ചായി. അതൊരു വലിയ സംഭവം. അത് എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം പിന്നെ അത് പല ആൾക്കാരോടും ചോദിച്ച് മനസ്സിലായി അല്ല, കാരണം പാകിസ്ഥാനിൽ ചേഞ്ചായി. അതായത് ഇതേപോലെയുള്ള ഡ്രാക്കോണിയൻ, ഇതും IS ഒക്കെ തമ്മിൽ എന്തോ വ്യത്യാസം. കാരണം ഭീകരന്മാരെല്ലായിടത്തും ഭീകരന്മാരാ. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് ബിപിൻ നായിക്ക് പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് 3 മോഡലുകളുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കണമെന്ന്. ഞാൻ അതുകൊണ്ട് അവരോട് ക്ഷമിക്കുന്നു. ഞാൻ കോടതിയിൽ പോകുന്നില്ല, ഞങ്ങൾ കേസിൽ പോകുന്നില്ല. രണ്ടാമത്തെ മോഡൽ ഗ്രഹാം സ്റ്റെയിൻസിന്റെ വൈഫ് ഗ്ലാഡിസ് സ്റ്റെയിൻസും എസ്തേറും പറഞ്ഞു അവരോട് ക്ഷമിക്കണമെന്ന്. ഈ 3 മോഡലിനെ വെച്ചിട്ട് ഞാൻ പറയുന്നു, എന്നെ ഉപദ്രവിച്ച, എന്റെ പ്രിയ സൗരന്മാരെ ഉപദ്രവിച്ച, ഞങ്ങളെ കൊല്ലുന്ന, ചാണകവെള്ളം കുടിപ്പിച്ച അവരോട് ഞാൻ ക്ഷമിക്കുന്നു. യേശു ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുന്നു. എനിക്ക് പ്രൈം മിനിസ്റ്ററോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെയുള്ള ഒരു ജനത്തെ എന്തിനു കൊന്നുമുടിക്കുന്നു? അങ്ങയുടെ അജണ്ട അങ്ങ് നടത്തിക്കൊള്ളൂ. നിങ്ങൾക്ക് ഭരിക്കണം, നിങ്ങൾക്ക് പണം വേണം, നിങ്ങൾക്ക് എല്ലാം വേണം, ചെയ്തുകൊള്ളൂ. അതിന് ഞങ്ങളെ എന്തിനു കരുവാക്കുന്നു? ഭാരതത്തിൽ നന്മ മാത്രം ചെയ്ത ക്രിസ്ത്യാനികളെ എന്തിനു കൊല്ലുന്നു? ഞാൻ എത്രമാത്രം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മേശപ്പുറത്തിന്റെ രേഖകളെല്ലാം ഉണ്ടല്ലോ. അങ്ങ് 2011 ഈ പ്രൈം മിനിസ്റ്റർജി 14 ഏറ്റെടുത്തതിന് ശേഷം 4500 അക്രമങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ഇതെല്ലാം എത്തിയിട്ടുണ്ട്. എന്തിനു മൗനം? 60,000 പേര് 2.5 വർഷമായിട്ട് അഭയാർത്ഥികളെ കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒന്നും ചെയ്യാത്തത്. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഞാൻ ക്ഷമിക്കണം, എൻ്റെ പറഞ്ഞത് ഹിറ്റ്ലറുടെ കാലത്ത് ഇതുപോലെ ആയിരുന്നു. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. സോറി, ക്ഷമിക്കണം, പറയാതിരിക്കുന്നു. ഇത് മടുത്തു. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെയും അക്രമം വർദ്ധിക്കുകയാണ്. അടിമകളാണ് ഞങ്ങൾ. ആരുടെ അടിമകളാണ്? ആരും ഇന്ത്യയിലെ ആരും അടിമകളല്ല. നമ്മളെ ക്ഷോഭത്തോടു കൂടിയാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ചേക്കാം. അല്ല, സ്നേഹം കൊണ്ടാണ്. ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങൾ ഇന്ന് മരിച്ചാൽ ഞങ്ങൾ സ്വർഗത്തിൽ യേശുവിനോട് കൂടെയാണ്, സംശയമില്ല. ഞങ്ങളുടെ ശരീരത്തെ മാത്രമേ കൊല്ലാൻ കഴിയത്തുള്ളൂ. ദയവ് ചെയ്ത് പ്രൈം മിനിസ്റ്റർ ജിയോട് എനിക്ക് പറയുവാനുള്ളത്, ഞങ്ങളെല്ലാം ക്ഷമിക്കുന്നത് പോലെ, യേശു ക്രിസ്തു ക്ഷമിച്ചതുപോലെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ ഒത്തിരി വീഡിയോ ഉണ്ട്. എനിക്ക് വിഷമമുണ്ട്. ഇതിന് ഒരു നിവൃത്തി. എന്തിനാണ് ഇനി പറയുന്നത്? ഞാൻ ഇന്നൊരു തീരുമാനം എടുക്കുക. ഇതോടുകൂടി ഞാൻ എന്റെ വർത്തമാനം നിർത്തുകയാണ്. യേശു ക്രിസ്തുവിനോട് മാത്രം പറയുക, യേശു ക്രിസ്തുവിന് ഇടപെട്ട്. അതേ ഉള്ളൂ. ഞങ്ങൾ ഇത്രമാത്രം കരഞ്ഞു പറഞ്ഞിട്ടും ആരും ഒന്നും ചെയ്യുന്നില്ല. ഇന്റർനാഷണൽ ചെയ്യുന്നില്ല. പ്രൈം മിനിസ്റ്റർ മോഡി ഒരൊറ്റ കൽപ്പന ചെയ്താൽ മതി, ഒറ്റ ഉത്തരവ് മതി. ഒരൊറ്റ ഒരു തന്നെ ആരെയും വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലാൻ പാടില്ല. ഹിയർ യു ഹാവ് എ ഡെഡ്ലി കോക്ടെയിൽ ഓഫ് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്. അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ പ്രത്യാഘാതമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ ജിയോട് അപേക്ഷിക്കാണ്, ദയവായി, ഇത് എനിക്ക് 30ാമത്തെ പ്രാവശ്യമായിട്ടാണ് ഞാൻ പറയുന്നത്, ദയവായി ഈ ക്രൈസ്തവ നരവേട്ട അങ്ങ് അവസാനിപ്പിക്കണം. So thank you very much.